मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी। ये करो सब्सक्राइब, कमेंट एंड लाइक। ആക്രി കച്ചവടക്കാരനാണോ? എടാ, ആക്രി കച്ചവടക്കാരനല്ല, ആർക്കിയോളജിസ്റ്റാ. അപ്പോൾ ഇദ്ദേഹം ഡോക്ടറാണോ? അല്ലല്ല കുട്ടികളെ, ഞാൻ പുരാതന വസ്തുക്കൾ കണ്ടുപിടിക്കുന്ന ആളാണ്. അതാണ് എന്റെ പണി. വല്ലാത്ത പണിയാണല്ലോ ഇത്. ഈ പണിയെ കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയുകയില്ല. വല്ലാത്തൊരു കുഴപ്പം. സംശയമുണ്ടോ? വെറുതെ നിൽക്കുന്ന നായെ കല്ലെറിഞ്ഞാൽ അത് കടിക്കും. ഇദ്ദേഹം ഭൂമിക്കടിയിലുള്ള പുരാതന വസ്തുക്കൾ കണ്ടെടുക്കും. അടികൈ. ഞാൻ പറഞ്ഞത് ശരിയാ, ആക്രി കച്ചവടക്കാരൻ തന്നെ. എടാ, ഇദ്ദേഹം പുരാതന വസ്തുക്കളുടെ ഗവേഷകനാ. ഭൂമിക്കടിയിൽ നിന്നും പഴയ സാധനങ്ങളും ക്ഷേത്രങ്ങളും ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ആളാ. അല്ല, ഭൂമിക്കടിയിൽ എന്തിനാ പഴയ വസ്തുക്കളും ക്ഷേത്രങ്ങളും ഒക്കെ വെച്ചിരിക്കുന്നത്? ആഗ്രഹം കൊണ്ടാ. അതുകൊണ്ടല്ലേ ഭൂമിയുടെ അടിയിൽ കൂടെ ട്രെയിൻ ഓടിക്കുന്നത്. അങ്ങനെയല്ല കുട്ടികളെ, ഭൂമിക്കടിയിൽ നിർമ്മിക്കുന്നതല്ല. പല വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വസ്തുക്കൾ ഭൂമിയുടെ അടിയിൽ പുകഞ്ഞു പോകുന്നു. അതിനെ ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. അതാണ് എന്റെ പണി. അതിനുവേണ്ടിയാ ഇദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങയുടെ വീട്ടിൽ നിന്ന് എന്താണ് പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്? അല്ലല്ലല്ല, ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിക്കാൻ വന്നതാ. എന്റെ ജോലി ഈ പട്ടണത്തിന്റെ പുറത്തൊരു സ്ഥലത്താണ് നടക്കാൻ പോകുന്നത്. അത് തീരും വരെ ഞാൻ ഇവിടെ താമസിക്കും. അങ്ങനെ ഞങ്ങൾക്കൊന്ന് കാണണം. അതെ. എന്നാൽ ശരി, രാവിലെ 6 മണിക്ക് നിങ്ങൾ പുറപ്പെടാൻ തയ്യാറായിക്കൊള്ളണം. താമസം വരുത്തിയാൽ ഞാൻ അങ്ങ് പോവും. ഞങ്ങളെ കൂട്ടാതെ അങ്ങ് ഒരിക്കലും പോകരുത്. ഒരുപക്ഷെ ഞങ്ങൾ നാളെ വരുന്നത് കൊണ്ട് അങ്ങേക്ക് ഏതെങ്കിലും ഒരു കൊട്ടാരം കണ്ടുപിടിക്കാൻ കഴിയും. ഒരുപക്ഷെ നീ വന്നാൽ അവിടെ കൊട്ടാരം പോയിട്ട് ഒരു കുന്തം പോലും കിട്ടുകയില്ല. ഓക്കേ അങ്കിളേ, നാളെ രാവിലെ അങ്ങയുടെ കൂടെ ഞങ്ങൾ വരാം. എന്താണ് കൂട്ടുകാരെ, ജോലി ഏതുവരെ ആയി? എല്ലാം വേഗം തീരുവോ? ഇതുവരെ ഒന്നും തന്നെ കിട്ടിയില്ല സാറേ. പിന്നെ കുട്ടികളെ, ഇവന്റെ പേര് നാണു. കണ്ടപ്പോ തന്നെ നാണക്കാരനാണെന്ന് മനസ്സിലായി. അല്ല, ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? കാശ് കൊടുത്തേ തിയേറ്ററിൽ പോയി ഞാൻ സിനിമ കാണൂ. ഹണി, ഇദ്ദേഹത്തിന്റെ പേരാണ് നാണു. അടികൈ. അതെ എന്റെ പൊന്നു കുട്ടികളെ, ഇവനാണ് ഇവിടുത്തെ ജോലിക്കാരൊക്കെ സംഘടിപ്പിക്കുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്റെ പൊന്നു കുട്ടികളെ, നിർത്തൂ, നിൽക്കൂ. ഇവിടെ എന്തോ ഉണ്ട്. ഗോലിയാണ്. ഇപ്പോൾ ഒരു കാര്യം പിടികിട്ടി. 100 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഗോലി കളി ഉണ്ടായിരിക്കുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഗോലി ആരുടേതാണ്. ഈ ഗോലി എന്റേതാണ്. അമ്മ വഴക്ക് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇന്നലെ കുഴിച്ചിട്ടതാ. സാറേ, ഇവിടെ എന്തോ ഉണ്ട്. ഹായ്. ഇത് കൊള്ളാമല്ലോ എന്റെ കുട്ടികളെ. ഇത് വളരെ പുരാതന വസ്തുവാണ്. ഇതിന്റെ വില കോടികളായിരിക്കും. ഇന്നെന്തായാലും സമയം കൊള്ളാം. അപ്പോൾ അങ്ങ് കോടീശ്വരനായി മാറിയിരിക്കുകയാണ്. സംശയമുണ്ടോ? അല്ല പോപ്പേട്ട്, ഇത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്താണ്. ഇതിനെ നമ്മൾ മ്യൂസിയത്തിൽ വെക്കണം. നാണു, ഞങ്ങളൊന്ന് പുറത്തേക്ക് എടുക്കൂ. സാറേ സൂക്ഷിച്ചേ, സാറ് വിഴുന്നത് പൊട്ടും. അതിന്റെ കയ്യിലേക്ക് തന്നെ. ശരി, എന്റെ കൈയൊന്ന് പിടിച്ചേ. നാണു, നീ എന്താ ഈ കാണിക്കുന്നത്? നാണു ഇപ്പൊ പഴയ നാണു അല്ല സാറേ. കോടി രൂപയുടെ മുതലെന്തിനാ സർക്കാരിന് കൊടുക്കുന്നത്? എന്റെ പൊന്നു കുട്ടികളെ, അത് ദേശത്തിന്റെ സമ്പത്താണ്. അവനെ വേഗം ചെന്ന് പിടിക്കൂ. ആരെങ്കിലും ഒന്ന് വേഗം വാ. ഞങ്ങൾ ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പണി തീരും.
സബാഷ് പപ്പട്ട്, സബാഷ്. ഇതിന് വല്ലാത്ത കനമാണ്. ഇതിനെ തൂക്കി എന്നെ കൊണ്ട് പറക്കാൻ പറ്റില്ല. സംശയട്ടോ? താഴേക്ക് ഇട. ഹണി ക്യാച്ച്. എന്റെ ബലം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. സംശയമുണ്ടോ? വേഗം ഓടു സുഹൃത്ത്, വേഗം ഓടൂ. പോലീസ് സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാം. നിൽക്കേ, എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ പിടിച്ചിരിക്കും. പിടിച്ചു കഴിഞ്ഞോ? ഇനി എന്തായാലും എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. വീണ്ടും നിങ്ങൾ വന്നോ? ഇൻസ്പെക്ടർ പാണ്ട, ഈ ഫ്ലവർ പോട്ട് കോടിക്കണക്കിന് വിലയുള്ളതാ. ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. കോടി രൂപയുടെയോ? കോടി രൂപയോ? പിടിക്ക്, എന്റെ പ്രൊമോഷൻ രക്ഷപ്പെട്ടു പോവുകയാണ്. പിടിച്ചു. അയ്യോ, പിടിക്ക്, അത് താഴെ വീഴുന്നാൽ ഉടൻ തന്നെ പൊട്ടും. പിടിക്ക്. അവരുടെ കയ്യിൽ പോകുന്ന തോന്നുന്നത്.
പൊപ്പട്ടെ ലോക്കപ്പിനകത്തേക്ക് പോ. എന്നോടാണ് കളി. കലക്കി കുട്ടികളെ കലക്കി. അല്ല, ഈ ഫ്ലവർ പോട്ടിന്റെ ചരിത്രം എന്താണ്? പുണ്യ സുഹൃത്തുക്കളെ, ഇതിന്റെ കഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ല, അങ്ങാരാണ്? ഞാനൊരു ആർക്കിയോളജിസ്റ്റ് ആണ്. ഈ ഫ്ലവർ പോട്ട് ഉണ്ടല്ലോ ഒരു നിധിയാണ്. അത് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം. അത് ശരിയാ. ഇത് സംരക്ഷിക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. ഇതാ ഈ ഇരിക്കുന്ന ഫ്ലവർ പോട്ട് ഉണ്ടല്ലോ നമ്മുടെ ദേശത്തിന്റെ സമ്പത്താണ്. ഇതിനെ രക്ഷപ്പെടുത്തിയത് ഈ കുട്ടികളാണ്. ഇനി നാണുവിന് കിട്ടും നല്ല ഇടി, ഇവർക്ക് കൊടുക്കണം നല്ല കൈയടി.